Hey guys, what's up? It's me Kaji Camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചൊരു വേറെ ലെവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ, ടിക്ടോക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് എടുക്കാൻ പറ്റില്ല, ടിക്ടോക്കിൻ്റെ കാര്യം വിട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ നിറച്ച് വന്ന് കിടക്കുന്നതാണ് ഫ്ലാഷ് വാണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവൻ നടന്നു പോയിട്ട് നിന്നിട്ട് ഓരോരോ പ്രേതങ്ങളുടെ രൂപമൊക്കെ വരുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. അല്ല, കൂട്ടുകാരനില്ല, ആ പ്രേതമാണോ ജോക്കറാണോ അങ്ങനത്തെ ഒരു സാധനം വന്നിരിക്കുന്നത്. പിന്നെ ഒരുമാതിരി ഒരു റെഡും ഒരു വൈറ്റും അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ട് ഒരു പേഡ് എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കാമെന്നാണ്, അല്ലെ അതിങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിൻ്റെ 2ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പിക്സാർട്ടും പിന്നെ ഒന്ന് മെഗാ ഫോട്ടോ പ്രോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോഡ് വെർഷനാണ് വേണ്ടത്, അതായത് ക്രാക്കഡ് വെർഷൻ. അപ്പോൾ 2ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കണ്ടോ, കയറി ഡൗൺലോഡ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് നമ്പർ 1 എന്തിട്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ അടിയിൽ നിന്ന് ആംഗിളിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ ആരെടുത്തെങ്കിലും ഇങ്ങനെ പോയിട്ട് മാനം നോക്കി നിൽക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ പ്ലെയറിൽ നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 5 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 4 സെക്കൻഡ് ആകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ സാധാരണ സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് വയ്ക്കുക, അല്ലാണ്ട് വേറൊരു വഴിയില്ല. എൻ്റെ ഫോണിൽ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് സാധാരണ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. ഇവിടെ ആയിട്ട് അടിയിലായിട്ട് ഒരു പിങ്ക് കളറിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തന്നെ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2-3 പിക്കുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് PNG ഫയൽസ് ആയിരിക്കില്ല, അത് സാധാരണ ഫയൽസ് ആയിരിക്കും. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ആ ഒരു മോൺസ്റ്ററിൻ്റെ അത് ഇത്തിരി വലുതാക്കി വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചെയ്യണ പോലെ, കാരണം അത് അവൻ്റെ മുകളിൽ കൂടെ വന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇറേസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളത് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 കാണിക്കാനുള്ളൂ, അവസാനം 1 കൂടി വരും. അപ്പോൾ 3ത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കണ്ടോ. 3 PNGs അല്ല, നിങ്ങൾ PNGs ആക്കണം. അപ്പോൾ നമുക്ക് PNG ഫയൽസ് എങ്ങനെയാക്കാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഗാ ഫോട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഫിൽറ്റേഴ്സ് കാണും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൻ്റെ മോഡ് വെർഷനാണ്, അതായത് ക്രാക്കഡ് വെർഷനാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പിക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ഫിൽറ്റേഴ്സ് കാണും. അതിൽ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ റെഡ് ഫിൽറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, അത് നേരെ ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ഈ 3-4 ഫിൽറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് റെഡ് ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കണ ആ ഒരു ക്ലിക്ക് ബാറിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു വീഡിയോൻ്റെ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നടുക്ക് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, നമ്മുടെ വീഡിയോ ഓപ്പൺ ആവും. അപ്പോൾ വീഡിയോ ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര സെക്കൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ചെയ്തിട്ട് ജസ്റ്റ് അത് മേലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, തന്നെ പൊക്കോളും. അതുപോലെ ഓരോ ഫിൽറ്റേഴ്സ് എടുത്തിട്ട് ഇതുപോലെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല, കാരണം സാധാരണ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനും യൂസ് ചെയ്താൽ മതി. നമുക്കിതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ക്യാമറയിലെടുത്ത ആ വീഡിയോ ഒന്ന് ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ തന്നെ സേവ് ചെയ്ത വീഡിയോസും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് കൊടുത്താൽ മതി. നേരെ നമ്മുടെ ആ ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആയി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ആ ഒരു 4 സെക്കൻഡിൽ കറക്റ്റ് ആ ഒരു ലൈൻ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു അൺവാണ്ടഡ് 1 സെക്കൻഡ് ഉണ്ടാവും, അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രിവ്യൂ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പാട്ട് ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു സോങ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആ പാട്ട് ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ എല്ലാത്തിൻ്റെയും വോളിയം ഒന്ന് കുറച്ചിട്ടാൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെ വോളിയം ഒന്ന് കുറച്ചിട്ടിട്ട് ഞാനിവിടെ ആ പാട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആ സോങ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് അതിൽ കറക്റ്റ് ആ ട്യൂണിൻ്റെ അവിടെ തന്നെ ഈ ഒരു നെഗറ്റീവ് ഈ ഒരു കളറായിട്ട് വരണം. അതിന് മുമ്പ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിലൊരു ഇത്തിരി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 1.1 സെക്കൻഡ് എത്രയാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ആ പാട്ടൊന്ന് സെറ്റ് ആവാൻ, അല്ലെങ്കിൽ അത് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ടോട്ടൽ 3 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഈ ഒരു ഇത് കളയണം. അതായത് ഇത് മാത്രം പോലെ നമ്മൾ 3 എഫക്റ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ഇത് എത്ര സെക്കൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി സ്പ്ലിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ മറ്റേ എഫക്റ്റ് വരും. അത് നമുക്ക് എത്ര സെക്കൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ 3 എഫക്റ്റും ഇതുപോലെ അങ്ങോട്ട് ആഡ് ചെയ്യുക. സാധാരണ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഇതൊക്കെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതായത് സെക്കൻഡ് എന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഫുള്ള് കാണിച്ചു തരുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ആ ഒരു സ്റ്റോപ്പ് മാർക്ക് ഒരു മഞ്ഞ ട്രയാങ്കിൾ, ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നമായിട്ടുള്ള ആ ഒരു ഇതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്താൽ ഫ്ലാഷ് വാർണിംഗ് ആ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതോടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ ഒരു ഫ്ലാഷ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യണത്, അതും ഇതിലുള്ള എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഫോൺസൊക്കെ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളൊരു ഫോണ്ടുകളുണ്ട്, വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഫൈനൽ ഒരു റിസൾട്ട് കാണാം. അത് തന്നെയാണ് നമ്മുടെ പ്രിവ്യൂവിൽ കണ്ടത്. എന്നാലും ഒന്നും കൂടി കാണാം. അല്ലെങ്കിൽ വേണ്ട കാണണ്ട, നിങ്ങൾ ഫസ്റ്റ് പ്രിവ്യൂവിൽ എന്തെങ്കിലും കണ്ടല്ലേ, ഞാൻ രണ്ടാമത് കാണിച്ച് ബോറാക്കണില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് #, നമ്മുടെ ഫ്ലാഷ് വാർണിംഗ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറേ വരും, എത്രയോ പോസ്റ്റുകളുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഒരു ഫോട്ടോ അനിമേറ്റഡാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വീഡിയോ വെച്ചിട്ടൊക്കെ ചെയ്യാം. അതായത് ഒരാൾ ബാക്കിൽ കൂടെ നടന്നു പോകണം, നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയും ചെയ്യാം. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്നെ മെൻഷൻ ചെയ്യോ, ടാഗ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കും കൂടി നിങ്ങൾ ചെയ്യുന്നത് കാണാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാം ഞാൻ അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളതൊന്നും കേട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മൾ മലയാളികൾ എന്തായാലും ഒരാളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണില്ല. അപ്പോൾ എല്ലാവരും അടിച്ചടിച്ചാണ് കാണുക. അപ്പോൾ ഈവൻ ഞാനും അടിച്ചടിച്ച് തന്നെയാണ് കാണുക. അതായത് നമ്മളിപ്പോൾ വ്ളോഗ് ആണെങ്കിലും പോലും എല്ലാം നമ്മളിങ്ങനെ അടിച്ചടിച്ചാണ് കാണുക, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ സ്പീഡ് 2x ഇട്ടിട്ടാണ് കാണുക. അപ്പോൾ അതാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അരുൺ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് കയറി സപ്പോർട്ട് ചെയ്ത് പേപ്പർ കാണിക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ടാവും, അതൊന്നും സപ്പോർട്ട് ചെയ്ത് പേപ്പർ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. അപ്പോൾ ഇറ്റ്സ് മീ ക്യാച്ചി ക്യാമറ സൈനിങ് ഓഫ്.